നമസ്കാരം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഇതി വേദാന്ത ഡിണ്ടിമ. ഇതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് പ്രപഞ്ച യാഥാർത്ഥ്യം. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൂരിത നിശ്ചലതയാണ് യാഥാർത്ഥ്യം. കാണുന്ന നാമരൂപങ്ങളെല്ലാം മിഥ്യ. Potent stillness is the reality and pulsations are unreal. നമ്മൾക്കന്നത് പരിശോധിക്കാം. ഇത് ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരമുള്ള ഒരു പരിശോധന കൂടിയാണ്. അതായത് ഈ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി അഖണ്ഡിതമായി ഒരു സുഷിരം പോലുമില്ലാത്ത സർവത്തിലും വ്യാപിച്ച് 3 ടേമുകളാണ് പെനിട്രേറ്റ്, പെർമിയേറ്റ്, പെർവെയ്ഡ്. ഇങ്ങനെ ചെയ്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതാണ് നിശ്ചലത. ആ നിശ്ചലത എന്ന് പറഞ്ഞാൽ പൂരിതമാണ്, അത് ജൈവമാണ്, അത് ജീവൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ദൈവം, ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. കോൺഷ്യസ്നെസ്, ബോധം, ഈസിനെസ്, എക്സിസ്റ്റൻസ് എല്ലാം ഒന്ന് തന്നെ. അത് ജീവനാണ്. അതിൽ നിന്നാണ് ജീവൻ്റെ ഉൽപ്പന്നം ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നത്. ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പന്ദനം പോലും ജീവനാണ്. നമ്മൾ പറയുന്ന ഈ കാണുന്നത് മാത്രമല്ല, ജീവൻ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സ്പന്ദനങ്ങളും ചലിക്കുന്നതാണ്. അതെല്ലാം ജീവനാണ്. അപ്പോൾ ഇനി രണ്ടാമത് എന്തുകൊണ്ടായത് മിഥ്യ എന്ന് പറഞ്ഞാൽ, നിശ്ചലതയിൽ ചലനം അസാധ്യമാണ്. ഒരിക്കലും നിശ്ചലതയിൽ ചലനം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇത് തോന്നൽ. ഈ ചലനങ്ങളെല്ലാം നമ്മളൊരു 0 ഇട്ടിട്ട് മേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. ഇല്ലാത്ത ഉള്ളത് എന്ന് പറഞ്ഞ് 0 ഇട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ട് ഈ മിഥ്യയെല്ലാം നമ്മൾക്ക് യാഥാർത്ഥ്യമായി തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവൻ ചലനങ്ങളും മിഥ്യയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്? അതിനെ മായ എന്ന് പറയും. മായ എങ്ങനെ പ്രവർത്തിക്കുന്നു, മായ എങ്ങനെ ഇതൊന്നും പ്രൊജക്റ്റ് ചെയ്യുന്നൊന്നും ഒരു ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുപോലെ പൂരിത നിശ്ചലത, സ്പന്ദനം പോലും ശാസ്ത്രത്തിന് കാണാൻ സാധിക്കില്ല, ഉപകരണങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതിനപ്പുറത്തുള്ള സാന്ദ്രമായി ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുക, പൂരിതമായി അദൃശ്യമായി നിറഞ്ഞു നിൽക്കുക. അതിലുള്ള സ്പന്ദനം, സൂര്യൻ സ്പന്ദിക്കുന്നതും ഭൂമി സ്പന്ദിക്കുന്നതും ചന്ദ്രൻ സ്പന്ദിക്കുന്നതും മീൻ സ്പന്ദിക്കുന്നതും മനുഷ്യൻ സ്പന്ദിക്കുന്നതും എല്ലാം ഒരു പൊതു നിശ്ചലതയിലാണ്. ഒരു പൊതു നിയമം മാത്രമേ സാധ്യമാകൂ. അല്ലാതെ കടലിൽ ഒരു നിയമം, കരക്ക് വേറൊരു നിയമം, ചന്ദ്രന് വേറൊരു നിയമം, സൂര്യന് വേറൊരു നിയമം, ഇതൊന്നും അസാധ്യമാണ്. അതുപോലെ തന്നെ രാസപരിണാമം, അതൊക്കെ അസാധ്യമായ കാര്യമാണ്, വെറും കെട്ടുകഥകളാണ്. ഓക്കെ, താങ്ക് യു.